അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ 2-3 റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മന്തിയിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ചട്നി കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ രാവിലെ ഞാൻ നമ്മളെ ക്ലീനിങ് പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ കുഞ്ഞിട്ടായി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിക്കോഴിയില്ലേ, നമ്മളെ സാധാ ചിക്കൻ്റെ ചെറുത്, പിന്നെ പിടിക്കോഴി എന്ന് പറയും, പിന്നെ അതേപോലെ തന്നെ സ്പ്രിങ് കോഴി അങ്ങനെ പറയില്ലേ, അതാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഫുള്ളായിട്ടാണ് കൊണ്ടുവന്നത്, കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് 2 എണ്ണം അങ്ങനെ കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മളെ കാടക്കോഴിയില്ലേ, കാടക്കോഴിനെക്കാട്ട് ഇത്തിരിയും കൂടി വലുപ്പം ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 കാടക്കോഴി ചേർത്ത് വെച്ചാൽ എത്ര വലുപ്പം ഉണ്ടാവും അത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഞാനിത് നല്ല കഴുകി ക്ലീനാക്കി, അപ്പോൾ അത് ഫുൾ ഇങ്ങനെ കട്ട് ചെയ്യാതെ കൊണ്ടുവന്നല്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് ഞാൻ നല്ല കഴുകി ക്ലീനാക്കിയിട്ട് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കഴുകി വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് അങ്ങനെ ഓട്ടപാത്രത്തിൽ അതിനൊന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോകട്ടെ എന്നുള്ളതിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പിന്നെ 5-8 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില പുതിനയില 2 കൂടിയായിട്ട് എടുത്തിട്ടുള്ളത്. അതും പിന്നെ ഇത്തിരി വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ആദ്യം അടിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. പേസ്റ്റ് രൂപത്തിൽ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ നമ്മൾ ചിക്കനിലേക്ക് പൊട്ടി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ 2 ലെയറായിട്ടാണ് നമ്മൾ ഇതിലേക്ക് മസാല പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ചട്നി പോലത്തെ ഈ ഇതില്ലേ, ഇതാണ് പിന്നെ മസാല തേച്ച് വെക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ തേച്ച് വെച്ചതിന് പിന്നെ 1 മണിക്കൂറോളം ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അടുത്ത മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ച ചിക്കനിലേക്ക് ഞാൻ മസാല അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഞാൻ കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഴച്ചതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂർ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ചാൽ ഇതൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ അടുത്ത മസാല ഞാൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം പൊടിച്ച് വെച്ചു, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കുരുമുളക്, അതുപോലെ തന്നെ പച്ചമല്ലി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ടിട്ടൊന്ന് നല്ല നമ്മൾ പൊടിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. ഇത് കുറച്ചൊരു തരി ഉണ്ടാവും, നല്ലൊന്ന് പൊടിഞ്ഞ് കിട്ടൂല കേട്ടോ. ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളകാണ് കേട്ടോ. അപ്പോൾ അധികം എരുണ്ടാവില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ മുളക് നല്ലൊന്ന് പൊടിയണ്ട, ചെറുതായിട്ട് ഇങ്ങനെ കുരുവൊക്കെ നമുക്ക് കാണണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ അത് ഞാൻ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചിക്കന് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക, നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത്തിരി കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ പിന്നെ വീഡിയോയിലൊരു ഭംഗിക്ക് ഞാൻ ചേർക്കണമെന്നുള്ളൂ. ഞാൻ സാധാ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കലേ ഇല്ല കേട്ടോ. നല്ലതല്ലല്ലോ, ഹെൽത്തി അല്ലല്ലോ. അപ്പം നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ എന്നുള്ളതിൽ ഞാൻ ചേർക്കണേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കളർ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ കളർ ചേർത്തതിന് ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മസാല കുഴച്ചതിൽ തന്നെ വെള്ളം കുറച്ചിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ചിക്കനിന്. പിന്നെ നമ്മൾ ആ പൊടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പിന്നെ ഒരു വെള്ളം പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നല്ല കുഴച്ച് വെച്ചിട്ട് ഞാൻ ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് നമ്മൾ മാറ്റി വെക്കട്ടെ. അപ്പോൾ ഞാൻ രാവിലെ അത് നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയണ മുന്നേ മസാല പുരട്ടി വെക്കണേ. നമ്മൾ പിന്നെ വൈകുന്നേരമല്ലേ ഉണ്ടാക്കുള്ളൂ. ഇത് ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഞാനിപ്പോൾ പുറത്ത് തന്നെയാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലേക്കൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ
ഇനിയിപ്പോൾ അന്ന് വൈകുന്നേരം നമ്മൾ നോമ്പറക്കുമ്പോഴുള്ള കടിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചതില്ലേ അതായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഇതുപോലെ നീളത്തിലട്ട കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊട്ടിത്തെറിച്ച് ഉണ്ടാക്കുമ്പോൾ നീളത്തിലാണ് കേട്ടോ. നമ്മൾ സ്ക്വയറായി അങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കണേക്കാളും നല്ല ഇതുപോലെ നീളത്തിൽ തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ അതുപോലെ പിന്നെ കുറച്ച് ഞാൻ എല്ലില്ലാത്ത ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട, ചതച്ചേ ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങ ഇതുപോലെ ഒരു പൊളി മുഴുവനായിട്ടൊന്നും പിഴിയുന്നില്ല കേട്ടോ. കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയില്ലാത്ത തൈരാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഴിമുട്ടയും ചിക്കനും മസാലയും എല്ലാം ഇതുപോലെ ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കൊഴുപ്പുണ്ടാവും കേട്ടോ. നമ്മൾ എന്താ പറയുക, മുട്ട ചേർത്തുകൊണ്ട് തന്നെ ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റാണ് വരെ നമുക്ക് 2-3 ടേബിൾ സ്പൂണൊക്കെ ചിലപ്പം കോൺഫ്ലവർ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണിലേറെ ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഞാൻ നല്ലോണം കുഴച്ച് വെച്ചു. പിന്നെ നമ്മൾ കുളിയും കാര്യം നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ 5 മണിയൊക്കെ ആയിക്കിട്ടാണ് കിച്ചണിലേക്ക് വരുമ്പോൾ. അങ്ങനെ പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാനും ഇതൊന്ന് ഫ്രൈ ചെയ്യാനും മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് എന്തായാലും കഴിയും. അപ്പോൾ പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഓതി, അസ്രസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഓതി പിന്നെ 5 മണിക്ക് കഴിക്കുന്ന കിച്ചണിലേക്ക് വരുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ അരി പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചിക്കന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഈ മന്തിയുടെ റെസിപ്പി നമ്മൾ ഇതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വെച്ചിട്ട് പിന്നെ ഈ മന്തിനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ റെസിപ്പിക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റുള്ള മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി പോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് നമ്മൾ സ്റ്റീമറില്ലേ അത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലേക്ക് ഞാൻ ചിക്കൻ വെച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഈ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ സാധാ ചിക്കനെക്കാട്ടി പിന്നെ അധികം മൂക്കാത്ത ചിക്കനല്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 10-20 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കുക, പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്, ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് വേവുന്ന ടൈം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതിലേക്ക് സമൂസ ഷീറ്റില്ലേ അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പൊട്ടിത്തെറിച്ച് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ അത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ വെള്ളം കലക്കൽ, ജ്യൂസ് അടിക്കൽ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇടയിൽ. അതൊന്നും പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള സമൂസ ഷീറ്റൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊന്ന് ഞാൻ പപ്പടക്കൊള്ളിയിൽ കുത്തി വെക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇനി ഇതുപോലെ ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ നമുക്ക് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 10 മിനിറ്റ് തന്നെ മതിയാവും. അപ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റീമറിന് ഈ ചിക്കനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നൊന്ന് നെരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിന് എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഈ ബിരിയാണി പൊട്ടി തന്നെയാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മളിതാ വെച്ച വെള്ളമില്ല അത് പകുതിയായിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാനുള്ള കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോട്ടിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. ഇതിന് ഒരു 5-6 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ടൊന്നും നമുക്ക് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. അതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 5-6 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കട്ടോ. ഒന്ന് പിന്നെ നല്ലൊന്ന് നെരിഞ്ഞ് കിട്ടിക്കോളും ചിക്കൻ. നല്ല ടേസ്റ്റ് കേട്ടോ. മസാലയും ഈ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കാൻ. പിന്നെ നമ്മൾ ബട്ടറിലും കൂടെ അല്ല നമ്മൾ ചിക്കന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല അരി വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ പിന്നെ ഊറ്റിയെടുക്കുകയാണ്. കഴുകിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ ഓട്ടപാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മസാലയൊക്കെ അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നു. ഇനി ഇതിൽ ഇപ്പം ഞാൻ റൈസ് ഉണ്ടാക്കാൻ പോകണ്ട. അപ്പോൾ റൈസ് ഉണ്ടാക്കണ മുന്നേ നമ്മൾ ഈ മസാല ഇങ്ങനെ ഒരു കരിഞ്ഞ പോലൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ അതിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ പിന്നെ റൈസ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് എണ്ണ അതിൽ തന്നെ വെച്ചിട്ട് അതിലത്തെ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ മാറ്റി കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ തന്നെ കുറച്ചും കൂടി ഒഴിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ പട്ട, ജീരകം, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ തന്നെ കുരുമുളക് എല്ലാതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ ചെയ്യണത്. പിന്നെ പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം സവാള അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത് മൂക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ സ്പൈസസുകളും അതുപോലെ തന്നെ സവാളൊക്കെ മൂത്തപ്പോൾ നല്ലൊരു സ്മെല്ല് വന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയിൽ ഇതിലിട്ട് അരച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ല മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പിന്നെ മസാല. അപ്പോൾ ഇത് ഏതാ മസാല വെച്ചാൽ നമ്മൾ സ്റ്റീമറിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നല്ലോ, ചിക്കൻ വേവിച്ചതിന് ശേഷമുള്ള മസാല, സ്റ്റീമറിലുള്ള മസാല ഇട്ട അതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെന്ത മസാല തന്നെയാണ്, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വെള്ളം ഒഴിച്ച പാത്രമില്ല, ആ പാത്രത്തിന് ഒരു പാത്രമാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1.5 പാത്രത്തിനെക്കാട്ടി 1.25 പാത്രം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ച വെള്ളത്തോട് കൂടിയിട്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നല്ല വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ചേർത്തതിന് ശേഷം പിന്നെ മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നല്ലൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതുപോലെ അതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് പിന്നെ റൈസ് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ റൈസിലേക്ക് ഞാൻ ഒരു കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മന്തി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ടുള്ള റൈസൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് പിന്നെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്നാലും ഒന്ന് ഡ്രൈ ആവാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ദമ്മ് ചെയ്യും. അതിന് മുന്നേ ഞാൻ നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ല അത് ഇതിൻ്റെ മേലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് പിന്നെ സ്മോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചാർക്കോൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് അതിലേക്ക് ചാർക്കോൾ കത്തിച്ച് വെച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ദമ്മിൽ വെച്ചു. ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ദമ്മിൽ വെച്ചു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല ഇതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് ഒരു 10 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ നല്ലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കാൻ മീൻസ് നല്ല ഒന്ന് വറുത്ത് പിന്നെ ചൂടാക്കി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിന് ശേഷം ഞാനിതാ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് പിന്നെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അങ്ങനത്തെ തക്കാളി ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കട്ടെ. തക്കാളി ഒന്ന് വെന്ത് വരണം. അങ്ങനെ അതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കുക. അപ്പോൾ വെന്ത് വന്നതിന് ശേഷം ഞാൻ തക്കാളിയുടെ തൊലി ഇതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊലി നമ്മൾ പിന്നെ ചട്നിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി പുളി കുരുവൊക്കെ കളഞ്ഞ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലുപ്പ്, പിന്നെ ഇത്രയും ചെറിയ കഷ്ണം ഞാൻ ശർക്കര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ട് അത് മന്തിയിലേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അത് അധികം എരിവില്ല, ഞാൻ കാശ്മീരി മുളക് വേണമല്ലോ ചേർത്തിരുന്നത്, അതുകൊണ്ട് അധികം എരിവില്ല. പിന്നെ ഉള്ള എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ എരിവുള്ള മുളകാണ് എടുക്കണമെങ്കിൽ ശർക്കരയുടെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചട്നി. അപ്പോൾ മന്തിയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ചിക്കൻ പൊടി തീർച്ചയാക്കാൻ പോകണം. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്പോൾ നമ്മൾ എണ്ണ നല്ല ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മളിത് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ പിന്നെ ഇതില്ലേ എന്താണ് ഷമൂസ കഷ്ണാക്കിയത് അതിലേക്ക് ഇങ്ങനെ ഇട്ടെടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കട്ടെ. ആദ്യം ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കട്ടെ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2-3 ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അത് ഫ്രൈ ആയി വരുമ്പോഴത്തേന് നമുക്ക് അടുത്തതും പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കണ്ട. പിന്നെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ അടുത്ത ഇതിനുള്ളത് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ ഇതിപ്പോൾ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഉള്ളിലുള്ള ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഷമൂസ ഇങ്ങോട്ട് നല്ല നെരിഞ്ഞോട് വെന്ത് വരും, കരിഞ്ഞ് പോകും. അപ്പം ചിക്കൻ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക.
അപ്പോൾ ഇതാ ഞാൻ അടുത്ത ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ പൊട്ടി തെറിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അതും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നോമ്പുറക്കാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കുകയാണേ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ മക്കൾ വന്നപ്പോൾ അവർക്ക് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരാണ് കേട്ടോ അടുത്ത ട്രിപ്പ് പിന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കലും ടേബിളിൽ കൊണ്ടുവയ്ക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ പൊട്ടിത്തെറിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ഉണ്ടാക്കണമെന്നാവും, എന്നാലും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ എന്താ ഇനിയിപ്പോൾ നോമ്പറക്കുന്ന ടൈമായി എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് നോമ്പൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ വീഡിയോ അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് 8 മണിയൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. മന്തി പിന്നെ റൈസ് ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു കുറച്ച് നേരം വൈകിട്ട് കഴിക്കാമെന്നുള്ളതിൽ അങ്ങനെ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഞാനിവിടെ വിളമ്പാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മന്തിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇപ്പം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കമൻറ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.